നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുതേ. അങ്ങനെ നാളത്തെ വിശേഷത്തില് നിധിയുടെ അടുത്തേക്ക് രജിസ്റ്റർ ബുക്കുമായിട്ട് സുധീഷ് ചെല്ലുവാണ്. നല്ല ടെൻഷനാണ്. കാരണം വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ട ആ ബുക്കാണത്. ഇവളോട് ഇനി എന്ത് പറയും? ഇവളുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ ഇവളെ ബുക്ക് ഉറപ്പായിട്ടും തട്ടി എറിയും. ആ ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് ചെല്ലുന്നത്. അത് മനസ്സിൽ കരുതിയതാണ്. ചിലപ്പോൾ തട്ടി എറിയുമെന്ന്, എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞു വേണം തൽക്കാലത്തേക്ക് സൈൻ ചെയ്യിക്കാനായിട്ട്. അങ്ങനെ നിധിയുടെ അടുത്തേക്കൊന്നു നിധി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് നിധിയോട് പറഞ്ഞു, നിധി ഇതേ ഇവിടെ ഒന്ന് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ ബുക്കും കൂടെ കൊടുക്കുകയാണ്. സൈൻ ചെയ്യണോ? എന്തിന്? അത് പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും ചിലപ്പം നിന്റെ വീട്ടുകാരുടെ ആക്രമണം നമ്മൾക്ക് നേരെ ഉണ്ടായിരിക്കും. ഒരു പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കേസ് എടുക്കാൻ വേണ്ടിയിട്ടാ. അപ്പം നമ്മൾ ഇത്തരൊന്ന് സൈൻ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യണമെന്ന് പറയണം. നിധിക്കാണെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമൊന്നും ആയിരുന്നില്ല. അങ്ങനെ സുധീഷ് പറഞ്ഞിടത്തൊക്കെ സൈൻ ചെയ്ത് കൊടുത്തു. ഓ, സമാധാനമായി. താൻ ഉദ്ദേശിച്ച പോലെ ഒന്നും നടന്നില്ല. ഇവിടത്തൊക്കെ വായിച്ചു നോക്കുകയാണെന്ന് പെട്ടുപോയനും എന്നൊരു ചിന്തയായിരുന്നു. നിധി അതിനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല. കാരണം വിവാഹം രജിസ്റ്റർ ചെയ്യുക എന്നുള്ള കാര്യം പോലും നിധി അപ്പം ചിന്തിച്ചു പോലുമില്ല. അങ്ങനെ സൈൻ ചെയ്ത് കഴിഞ്ഞപ്പം ആ രജിസ്റ്റർ ബുക്ക് കൊണ്ട് പോലീസുകാരൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോഴേക്കും പോലീസുകാരൻ പറഞ്ഞു, അതെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. പക്ഷെ അറിയാലോ, ഇനിയിപ്പോഴാണ് സൂക്ഷിക്കേണ്ടത്, നന്നായിട്ട് സൂക്ഷിക്കണമെന്ന് പറയണം. പിന്നീട് അവനോട് പറഞ്ഞു, എടാ നിന്റെ വീട്ടിലൊരു കാര്യം ചെയ്യാം. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കണം. വീട്ടില് അച്ഛന്, ചേട്ടന്, അനുജന്മാരൊക്കെ ഉണ്ട്. അല്ല അമ്മയില്ലേ? അമ്മയില്ല, അമ്മ മരിച്ചു പോയതെന്ന് പറയാം. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, അച്ഛന്റെ ഫോൺ നമ്പർ ഇങ്ങോട്ട് തരാൻ പറയണം. അച്ഛന്റെ ഫോൺ നമ്പരോ? അതെന്തിനാ സാറേ? പിന്നല്ലാതെ നീ ഒരു പെണ്ണിനെ കൊണ്ട് ഇവിടുന്ന് പോകുമല്ലേ? കല്യാണം കഴിപ്പിച്ചു തന്ന ഞങ്ങളും അല്ലേ? അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നീ എങ്ങോട്ടാ കൊണ്ടുവന്ന് എന്താന്ന് അറിയത്തില്ലോ. നിന്റെ അച്ഛനെ വിളിച്ച് ഞങ്ങൾക്ക് സംസാരിക്കണ്ടെന്ന് ചോദിച്ചു. അയ്യോ തൽക്കാലത്തേക്ക് അത് വേണ്ട സാറേ എന്ന് പറയാം. അതെന്താ? എൻ്റെ അച്ഛൻ ഇത്തരം മദ്യപിക്കുന്ന ആളാ, ശരിയാവത്തില്ല എന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ, നല്ല പറ്റിയ കുടുംബത്തിലേക്കാണ്ടാ നീ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് പോകുന്നേ. സാറേ എൻ്റെ ചേട്ടൻ്റെ നമ്പർ തരാം, എന്താണെങ്കിലും താ എന്ന് പറഞ്ഞു. അങ്ങനെ സുഭാഷിന്റെ നമ്പർ കൊടുക്കുകയാണ്. പിന്നീട് നിധിയും കൂടെ അങ്ങോട്ട് വിളിപ്പിച്ചു. നിധിയോട് പറഞ്ഞു, അറിയാലോ ഒരു പക്ഷേങ്കിലും നിങ്ങളെ പിന്നാലെ തന്നെ അവര് വരുമായിരിക്കും. ദേ നിധിയുടെ വീട്ടുകാർക്ക് നല്ല ദേഷ്യമുണ്ട്. അവർ നല്ല ദേഷ്യത്തിൽ തന്നെയാണ്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം പോവാനായിട്ട്. ഒരു പക്ഷേ പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ അപകടം സംഭവിക്കാൻ വഴിയുണ്ട്. ദേ നിധിയുടെ നമ്പരും കൂടെ ഇങ്ങോട്ട് തന്നേക്കാൻ പറയണം. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത്. ഇവിടുത്തെ നമ്പരും തരാമെന്ന് പറഞ്ഞ് എസ്ഐയുടെ നമ്പരെ കൊടുത്തു. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചു പറയണം. ഇനി എന്തേലും വഴിക്ക് വെച്ച് എന്തേലും ആക്രമണം എന്തേലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ മതി, ഞങ്ങൾ അപ്പം തന്നെ അങ്ങോട്ടേക്ക് എത്തിയേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷിനോട് പറഞ്ഞു, നന്നായിട്ട് നോക്കണം. കാരണം കല്യാണം കഴിക്കാനായിട്ട് എളുപ്പമാണ്. ആ സമയത്ത് കോൺസ്റ്റബിളിന്റെ കയ്യിലേക്ക് പിടിച്ച് സുധീഷ്, ഒത്തിരി നന്ദിയുണ്ട് സാറെന്ന് പറയണം. നന്ദിയൊന്നും വേണ്ട, പക്ഷേ ഇവളെ നന്നായിട്ട് നോക്കിയാൽ മതി. കല്യാണം കഴിക്കാൻ എളുപ്പമാണെങ്കിലും ജീവിച്ച് കാണിക്കാനാ ബുദ്ധിമുട്ട്. നന്നായിട്ട് ജീവിച്ച് കാണിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടെ അവരോട് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് എസ് ഐ പറഞ്ഞൊരു കാര്യം ചെയ്യാം, അവരെ രണ്ടുപേരും ചേർത്ത് ഒരു ഫോട്ടോസൊക്കെ എടുക്കാൻ പറയണം. കാരണം തെളിവ് വേണമല്ലോ അവിടെ വെക്കാനായിട്ട്. അങ്ങനെ തെളിവിനൊക്കെ വേണ്ടിയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നീട് നിധി സുധീഷും കൂടെ അങ്ങോട്ട് പോവാണ്. വണ്ടിയെ കയറി കഴിഞ്ഞിട്ട് നിധി ഭയങ്കര കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പോൾ സുധീഷ് ചോദിച്ചു, അല്ലെ എന്തിനാ എങ്ങനെ കരയണേന്ന് ചോദിക്കുക. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. ഒടുവിൽ ടിഷ്യൂ ഒക്കെ എടുത്ത് കൊടുത്തിട്ട് ഇതാ കണ്ണൊക്കെ തുടയ്ക്കാനായിട്ടൊക്കെ പറയണം. സുധീഷിന് മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്. താൻ ഇവളെ കണ്ടത് മുതൽ ആഗ്രഹിച്ച തനിക്ക് ഇവളെ കിട്ടണമെന്നുള്ള. പക്ഷെ ഇപ്പോഴും വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. ഒടുവിൽ ഇവള് തന്റെ ഭാര്യയായിരിക്കുന്നു. ഇനി എങ്ങനെയായിരിക്കും എന്നറിയത്തില്ല മുന്നോട്ടുള്ള ജീവിതം. പക്ഷേങ്കില് നിധിയുടെ മനസ്സിൽ അതൊന്നും ആയിരുന്നില്ല. തന്റെ വീട്ടുകാരെയൊക്കെ വേദനിപ്പിച്ചു. ഇങ്ങനെയൊക്കെ മനസ്സിൽ ഒരിക്കലും കരുതിയിരുന്ന കാര്യമില്ല സംഭവിക്കുന്നുള്ള. പക്ഷെ എല്ലാം സംഭവിച്ചു പോയില്ലേ. അത് തന്റെ അച്ഛനോടുള്ള ദേഷ്യവും കാര്യങ്ങളും കൊണ്ടൊന്നും അല്ല. താൻ ആ സൂര്യയോടൊപ്പം പോയിട്ടുണ്ടെങ്കിൽ തന്റെ ജീവിതം തകരുമെന്ന് കരുതിയിട്ടാ. അതൊക്കെ ഓർത്തിട്ടാണ് നിധി ഇരുന്ന് കരയണേ. ഒടുവിൽ സുധീഷ് പറഞ്ഞു, അതെ ആ മാലയൊക്കെ ഇങ്ങോട്ട് ഊരി തന്നേക്കാൻ പറയണ. കഴുത്തിലിട്ടിരിക്കുന്ന വലിയ മാലയും കാര്യങ്ങളൊക്കെ. അപ്പൊ താലി കഴുത്തേലുണ്ട്. അങ്ങനെ അവന്റെ കഴുത്തിൽ നിന്നുള്ള മാലയോട് ഊരി വെച്ചു. നിധി അവളുടെ മാല ഊരി കൊടുക്കുകയാണ്. പിന്നീട് സുധീഷോട് നമുക്ക് പോയാലെന്ന് ചോദിക്കുക. അങ്ങനെ അവരങ്ങോട്ട് പോവുകയാണ്. ആ സമയം സുഭാഷ് ഭയങ്കര ടെൻഷനില്ല. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. കാരണം വിളിച്ചിട്ട് കിട്ടുന്നില്ല സുധീഷിനെ. നികേഷിനോട് പറഞ്ഞു, നീ ഒന്നുകൂടെ വിളിച്ചു നോക്കടാ. ഞാൻ വിളിച്ചു, പക്ഷെ കിട്ടുന്നില്ല എന്ന് പറയണം. ദൈവമേ, അവനിത് എവിടെ പോയി കിടക്കുമെന്ന് അറിയത്തില്ലല്ലോ. പിന്നെ അപ്പൊ പെണ്ണിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമായെന്ന് അറിയത്തില്ല. അപ്പോഴേ അവനോട് പറഞ്ഞ വേണ്ടാത്ത പരിപാടിക്കൊന്നും പോവരെന്ന്. സുഭാഷിന് ഭയങ്കര ടെൻഷൻ അല്ലെങ്കിലും അനുജന്മാരുടെ കാര്യം ഓർത്തിട്ട് നികേഷ് പറഞ്ഞു, എന്തിനാ ചേട്ടാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? സുധീഷ് ചേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നോളൂ പറയാം.
വന്നോളും വന്നോളും, നിനക്കതൊക്കെ പറയാം. വേണ്ടാത്ത വയ്യാവേലിക്കൊക്കെ പോയിട്ടല്ലേ ഇപ്പം. വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും ഒരു പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ഒരു കോള് വരുവാണ് സുഭാഷിന്റെ ഫോണിലേക്ക്. ആരടാ വിളിക്കുന്നത്? ഒരു അൺനോൺ നമ്പരാ. അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പോലീസുകാരനാ വിളിച്ചേ, കോൺസ്റ്റബിളാ വിളിച്ചേ. അത് സുഭാഷ് അല്ലേന്ന് ചോദിക്കുക. അതെ. സുധീഷിന്റെ ചേട്ടനാണോ? അതേന്ന് പറയണം. അതെ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നാ, പോത്തൻകോട് പോലീസ് സ്റ്റേഷനിൽ നിന്നാന്ന് പറയണം. അത് കേട്ടപ്പോൾ ഒന്നും ഞെട്ടി. അയ്യോ എന്താ സാർ, അവനെന്തേലും പ്രശ്നം ഒപ്പിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്താ, നിങ്ങളുടെ അനുജൻ പ്രശ്നക്കാരനാണോന്ന് ചോദിച്ചു. അതല്ല, അവനെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ആകെപ്പാടെ ടെൻഷനിലായിരുന്നു ഞങ്ങള്. അതാ ഞങ്ങള് ചോദിച്ചേ. ഓ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ. അല്ല, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. സുധീഷ് പറഞ്ഞ സത്യമാണെന്ന് അറിയാൻ വേണ്ട, ഞാനും എൻ്റെ അനുജന്മാരും പിന്നെ അച്ഛനും ഉണ്ടെന്ന് പറയണം. അങ്ങനെയാണല്ലേ. അമ്മ മരിച്ചു പോയതാന്ന് പറയാം. ഓ അങ്ങനെ. അല്ല എന്താ സാർ കാര്യം? അവൻ എന്ത് പറ്റിയ സുധീഷിന്? സുധീഷിനെ കുറിച്ച് എന്തോ പറയാനാന്ന് പറഞ്ഞല്ലോ. ഓ അതാണോ കാര്യം? അപ്പോഴേക്കും അയാൾ പറഞ്ഞു, അതെ, നിങ്ങളുടെ അനുജനുണ്ടല്ലോ, ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നായിരുന്നു പറയാ. പെണ്ണിനെ വിളിച്ചോണ്ടാ? അതെ, പെണ്ണിനെ വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞപ്പോൾ പെണ്ണിന്റെ വീട്ടുകാർ ഒരു 5-6 കാറിനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. അവരാക്രമിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ ഞങ്ങൾ അവരുടെ വിവാഹം അങ്ങ് നടത്തി കൊടുത്തിട്ടുണ്ടെന്ന് പറയണം. അപ്പോഴേക്ക് SI പറഞ്ഞു ലൗഡ് സ്പീക്കർ ഇടാൻ പറഞ്ഞു. ലൗഡ് സ്പീക്കർ ഇട്ടു. വിവാഹം നടത്തിയെന്നോ? അതെ, വിവാഹം നടത്തി കൊടുത്തിട്ടുണ്ട്, അവരങ്ങോട്ടേക്ക് പോന്നിട്ടുണ്ട്. അപ്പോഴേക്ക് SI ഫോൺ വിളിച്ചിട്ട് ഫോൺ വാങ്ങിയിട്ട് പറഞ്ഞു, ഒരു കാര്യമുണ്ട്, ആ പെങ്കൊച്ചിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടോ നിങ്ങളെല്ലാവരും അഴിയെണിക്കും. കാരണം അതിന്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ചാണ് താലി കെട്ടി കൊടുത്തിരിക്കുന്നത്, അത് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട്. ഇനി ആ പെങ്കൊച്ചിനെ നല്ല പോലെ നോക്കണ്ടേ, നിങ്ങളുടെ കുടുംബത്തിന് ഉത്തരവാദിത്തം, മനസ്സിലായല്ലോ. 3-4 ആണുങ്ങളുള്ള വീട്ടിലേക്ക് ആ പെങ്കൊച്ച് വരുന്നേ, അവൾക്കൊന്നും സംഭവിച്ചുകൂടാ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും തൂക്കിയെടുത്ത് ലോക്കപ്പ് കൊണ്ട് ഇടിക്കും. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാ. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ, ഏറെ എന്തേലും പറയാൻ പറ്റുമോ? കാരണം എന്താ എങ്ങനെയാന്ന് പോലും അറിയത്തില്ല. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ നിന്നല്ലേ വിളിക്കണത്, അവര് കള്ളത്തരം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ വല്ലാത്തൊരു പരിഭ്രമമായി പോയി സുഭാഷിന്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഇതേ സമയം നിധി സുധീഷും കൂടെ പോവാണ്. കുറച്ചു ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നിധി അറിയാതെ അങ്ങോട്ട് മയങ്ങിപ്പോയി. സുധീഷ് കുറെ ദൂരം അങ്ങോട്ട് ചെന്നു. കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നിധി പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കി ചുറ്റും നോക്കണം. എന്നിട്ട് ചോദിച്ചു, ഇത് എവിടെ എത്തിയെന്ന് ചോദിക്കുക. നമ്മളൊരിടത്തും എത്തിയില്ല, പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറയണം. അപ്പോഴേക്കും നിധി പറഞ്ഞു, എനിക്കെന്തോ വല്ലാത്തൊരു ടെൻഷൻ തോന്നുമെന്ന് പറയണം. ടെൻഷനോ എന്തിനാ? അതെനിക്കറിയില്ല എന്ന് പറയണം. പെട്ടെന്ന് സുധീഷ് പറഞ്ഞു, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനല്ലേ കൂടെ. ഇനിയിപ്പൊ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, അവരൊന്നും നമ്മളെ ഫോളോ ചെയ്ത് വരാൻ പോകുന്നില്ലെന്ന് പറയണം. അപ്പോഴേക്കും നിധിക്ക് ഛർദ്ദിക്കാൻ വരുവാണ്. നിധി പറഞ്ഞു, എനിക്ക് ഛർദ്ദിക്കണമെന്ന് പറയാം. ആ സമയത്ത് സുധീഷ് ഒരു സൈഡ് ചേർത്ത് വണ്ടി ഒതുക്കി കൊടുത്തു. അങ്ങനെ നിധി അവിടെ നിന്ന് ഛർദ്ദിക്കുവാണ്. നിധിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ആഹാരവും നേരെ ചൊവ്വേ കഴിച്ചിട്ടില്ല, എല്ലാം കൊണ്ട് ശരിക്കും വയ്യായിരുന്നു. ആ സമയം സുധീഷ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഹോസ്പിറ്റലിൽ വല്ലതും പോകാന്ന് പറയണം. വേണ്ട, ഹോസ്പിറ്റലൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. അല്ല, എന്തേലും ബുദ്ധിമുട്ടുണ്ടെ പറ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, എനിക്ക് പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ സുധീഷ് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിക്കാൻ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ചായ എന്തേലും മേടിച്ചേട്ടെ? ചായ ഒന്നും വേണ്ടാന്ന് പറയണം. വീണ്ടും ഒരു ജീപ്പ് കയറി യാത്ര തുടരുവാണ്. ഈ സമയത്ത് നിധി പറഞ്ഞു, എനിക്കിപ്പോൾ വീട്ടിലെ കാര്യം ഓർത്തിട്ട് നല്ല ടെൻഷൻ വരുന്നുണ്ട്. അച്ഛനും അമ്മയൊക്കെ നല്ല ബുദ്ധിമുട്ടിലായിരിക്കും. കാരണം ഞാൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. സുധീഷ് പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് എന്തിനാ ചിന്തിക്കുന്നേ? ആ സൂര്യയുടെ ജീവിതത്തിലേക്ക് അങ്ങനെ കടന്നു എന്നായിരുന്നെങ്കിൽ അതോടുകൂടി നിധിയുടെ ജീവിതം തീർന്നേനം. അതൊന്ന് ചിന്തിച്ചുകൂടെ? അത് മാത്രം ആലോചിച്ചാൽ മതിയല്ലോ. അത് ശരിയല്ലേ. പിന്നീട് നിധി പറഞ്ഞു, അല്ല, ഈ കഴുത്തെ കിടക്കാൻ താലിയേന് ഊരട്ടേന്ന് ചോദിക്കുക. താലി ഊരുന്നോ? അതെന്തിനാ? അല്ല, ഇനിയിപ്പോൾ ഇതിന്റെ ആവശ്യമില്ലോ, നമ്മൾ വെറുതെ കെട്ടിയതല്ലേ. അത് വേണ്ട, ചിലപ്പോൾ പോകുന്ന വഴിക്ക് എങ്ങാനും നിധിയുടെ വീട്ടുകാരെങ്ങാനും വന്നാലോ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാലോ. ഇപ്പം താലി എന്തെങ്കിലും കിടക്കട്ടെ, വീട്ടിൽ ചെല്ലുന്നോടം വരെ താലി കഴുത്തെ കിടക്കട്ടെ എന്ന് പറയാം. ശരി, അങ്ങനെ ആട്ടെ എന്ന് പറയണം. അങ്ങനെ കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് പറഞ്ഞു, ഒരു ചായ എന്തെങ്കിലും കുടിച്ചിട്ട് പോകാമെന്ന് പറയണം. അങ്ങനെ ഒരു ചായക്കടയിലേക്ക് കയറി. ചായക്കട കയറി കഴിഞ്ഞപ്പോഴത്തേനും നിധിയോട് ചോദിച്ചു, അല്ല, നിധിക്ക് എന്താ, ചായയാണോ കോഫിയാണോ എന്താ വേണ്ടെന്ന് ചോദിക്കണം. അതെ, എനിക്കൊന്നും വേണ്ടാന്ന് പറയാം. ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും കഴിച്ചിട്ടൊന്നും ഇല്ലോ, എന്തേലും കഴിക്കാതിരിക്കാൻ പറ്റില്ല, എന്തേലും കഴിക്കണമെന്ന് പറയാം. എന്നാൽ എനിക്കൊരു കോഫി മാത്രം മതിയെന്ന് പറയാം. ശരി, ഒരു കാര്യം ചെയ്യാം, ബാത്റൂമിലൊക്കെ പോയിട്ട് വരാൻ പറയണം. കാരണം നിധി ആകെപ്പാടെ ടയേർഡായിരുന്നു, അതൊന്ന് ഫ്രഷ് ആയിട്ട് വരാൻ പറയണം. അങ്ങനെ മുഖമൊക്കെ കഴുകി നിധി അങ്ങോട്ടേക്ക് വന്നിരുന്ന് ഇപ്പോൾ ചായക്കൊക്കെ ഓർഡർ കൊടുത്തു. ആ സമയം സുധീഷ് 2 പരിപ്പുവടയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിധി പറഞ്ഞു, എനിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കഴിക്കണം എന്നൊക്കെ പറയണം.
പിന്നീടാണ് സുധീഷ് തന്റെ ഫോൺ എടുക്കുന്നത്. ഫോൺ താൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു, ഓണാക്കിയിട്ടില്ല. പിന്നീട് സുധീഷ് ഫോൺ ഓണായി കഴിയുമ്പോഴത്തേനും ഫോണിനകത്തേക്ക് കോള് വരുവാണ്. നോക്കിക്കഴിഞ്ഞപ്പോൾ സുഭാഷിന്റെ ഫോൺ കോളാ. 1 മിനിറ്റ്, ഞാൻ ഇപ്പോഴൊന്നും വരാമെന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് ഫോൺ എടുത്തോണ്ട് പതുക്കെ അങ്ങോട്ട് മാറുവാണ്. ഈ സമയത്ത് സുഭാഷ് വിളിച്ചിട്ട് ചോദിച്ചു, എടാ നീ ഇത് എവിടെയാന്ന് ചോദിക്കുക. അത് പിന്നെ ചേട്ടാ എടാ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു, സത്യമാണോ, നീ കല്യാണം കഴിച്ചോന്നൊക്കെ ചോദിച്ചു. ലൗഡ് സ്പീക്കറിൽ സുഭാഷ് ഫോൺ ഇട്ടിരിക്കുന്നത്. അപ്പോഴേക്കും നികേഷും അതുപോലെ തന്നെ ഹരീഷും കൂടെ അടുത്തേക്ക് വന്നു. ആ സമയം സുധീഷ് പറഞ്ഞു, അതെ ചേട്ടാ ഞാൻ ഒരു കല്യാണം കഴിച്ചെന്ന് പറയണേ. കഴിച്ചോ, അത് സത്യമാണെന്ന് ചോദിക്കുക. സത്യമാണെന്ന് പറയണ. നികേഷും ഹരീഷും കൂടെ അത് കേട്ടപ്പോൾ തുള്ളിച്ചാടുവാണ്. അവർക്ക് സന്തോഷം അടക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും നികേഷ് ഉറക്കെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ലേ ചേട്ടാ മറ്റേ പെണ്ണ് തന്നെയാണോന്ന് ചോദിക്കുക. അതെ ആ പെണ്ണാന്ന് പറയണ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സുധീഷ് ചേട്ടൻ അവളെ കെട്ടുമെന്ന് ഓർത്തിട്ട് പറഞ്ഞേ, ഇപ്പൊ എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞു. ആ സമയം സുഭാഷ് പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കുന്നീയാ. അപ്പോഴേക്കും സുഭാഷ് ചോദിച്ചു, എടാ നീ ഇത് എന്ത് പരിപാടിയെ കാണിച്ചേ, ഇനി ആ പെണ്ണിന്റെ വീട്ടുകാർ പ്രശ്നമായിട്ട് വരുവോ? അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞങ്ങൾ കല്യാണമൊക്കെ നടത്തി തന്നു. ചേട്ടൻ പേടിക്കാതിരിക്കുക, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. ആ സമയത്ത് സുഭാഷ് പറഞ്ഞു, ഇനിയൊക്കെ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല, എനിക്ക് ടെൻഷനായിട്ട് ഒരു രക്ഷയില്ലെന്നൊക്കെ പറഞ്ഞ് ആകെപ്പാടെ വല്ലാതെ വിഷമിക്കുകയാണ്. പക്ഷേങ്കിൽ നികേഷ് പറഞ്ഞു, നല്ലൊരു കാര്യമല്ലേ, നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു പെണ്ണ് വരാൻ പോവല്ലേ. ഇത്രയും കാലം ഇവിടേക്ക് ആരെങ്കിലും പെണ്ണ് വന്നിട്ടുണ്ടോ? ഇവിടെ ആണുങ്ങൾ മാത്രം ഉള്ളെന്ന് പറഞ്ഞുകൊണ്ട് അതും പറഞ്ഞുകൊണ്ട് നികേഷ് ഹരീഷിനെ കെട്ടിപ്പിടിച്ച് തുള്ളിച്ചാടുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.